അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ തരത്തിലാണല്ലോ വിശ്വാസങ്ങൾ. പിന്നെ ഈ ദൈവവിശ്വാസമാകുമ്പോൾ വിശ്വാസം ഒരല്പം കൂടും. ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ദൈവത്തിനാണല്ലോ വിളിക്കുക. പിന്നെ ഈ 10-30 ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ന്യൂസിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരെടുത്ത് അവരതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നുള്ളത് മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അങ്ങനെ പോയ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മഹാസംഭവമാണത്, ഒരു മഹോത്സവം. അപ്പോൾ അത് കാണാൻ വലിയൊരാഗ്രഹം. അതുകൊണ്ടാണല്ലോ എത്രയോ കോടി ജനങ്ങൾ. അപ്പോൾ ഇത് മരിച്ചതിൻ്റെയൊക്കെ പിന്നിലുള്ളത് കാരണം ഒന്ന് നമ്മളെ ശ്രദ്ധക്കുറവ്, രണ്ട് അവിടെ നോക്കേണ്ട ആൾക്കാരുടെ ഒരു ശ്രദ്ധക്കുറവ് ഒക്കെ ഉണ്ട്. പിന്നെ അതിലൊക്കെ ഈ വിശ്വാസം, മതം അതിനൊക്കെ കൂട്ടിക്കലർത്തുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ. കാരണം അത് ദൈവത്തിൻ്റെ പുറകെ പോയിട്ടല്ല. ആ ഒരു 144 വർഷം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിപാടി കാണുമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, ഇനിയൊരു കുംഭമേളം കാണാൻ ഒരു മനുഷ്യന്മാരും ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പം എന്താ പറയുക, പിന്നെ ഇപ്പോൾ ഇവരൊക്കെ കളിയാക്കുന്ന ആൾക്കാരും അവർക്കുണ്ടാവില്ല അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും എല്ലാം. അപ്പോൾ എല്ലാത്തിലും അവരുടെ വിശ്വാസങ്ങളും ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കട്ടെ. നമ്മളെന്താണ് വേറൊരുത്തൻ്റെ വിശ്വാസങ്ങളിൽ കയറി കൈ കടത്താനും അവൻ വിശ്വാസിയായത് കൊണ്ടാണ് മരിച്ചു പോയതെന്ന് പറയുക. ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ പേരിലും ഓരോ പേരിലും കൊലയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷെ ഇതുപോലത്തെ മഹാസംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയിട്ട് അതിൽ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് മരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുക, സംസാരിക്കുക, അതൊക്കെ ഒരു പ്രത്യേകതരം മതവിഭാഗത്തിൻ്റെ മതഭ്രാന്തുകളാണെന്ന് പറയുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ. എന്തിനാണ് നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യം?